മലബാറിൽ കൊണ്ടാടുന്ന ഒരു ആഘോഷമാണ് പൂരം. മീനമാസത്തിലാണിത് കൊണ്ടാടുന്നത്. ചെറിയ പെൺകുട്ടികളുടെ ഒരു അനുഷ്ഠാനമാണിത്. പെൺകുട്ടികൾ കാമദേവൻ്റെ രൂപം മണ്ണിലും ചാണകത്തിലും നിർമ്മിച്ച് പൂക്കൾ കൊണ്ട് അലങ്കരിക്കുന്നു. പിന്നീട് പ്രാർത്ഥനയോടെ സന്ധ്യാസമയത്ത് വെള്ളം കൊടുക്കുകയും കുരവയിടുകയും ചെയ്യുന്നു. മുതിർന്നവരുടെ മേൽനോട്ടത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. 9 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷത്തിൻ്റെ അവസാന ദിവസം കാമദേവനെ യാത്രയാക്കുന്നു. അടുത്ത വർഷവും നേരത്തെ കാലത്തെ വരണേ കാമ എന്ന അഭ്യർത്ഥനയോടെ കാമനെ യാത്രയാക്കാൻ പൂരടയും പൂരക്കഞ്ഞിയും എല്ലാ വീടുകളിലും തയ്യാറാക്കുന്നു. ഇന്നത്തെ റെസിപ്പി പൂരടയാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാനത് സമർപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പൂരത്തിൻ്റെ അവസാന നാളുകളിൽ കാമദേവനെ യാത്രയയക്കുമ്പോൾ മലബാർ ഏരിയയിലുള്ള എല്ലാ വീടുകളിലും ഉണ്ടാക്കുന്നൊരു വിഭവമാണ് പൂരട. ഇത് ബബിത എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചേച്ചി പൂരടയുടെ റെസിപ്പി ചെയ്യുമെന്ന് ചോദിച്ചുകൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഇവിടെ എടുത്തത് അരിപ്പൊടിയാണ്. നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഇൻസ്റ്റൻ്റായി വാങ്ങിക്കുന്ന വറുത്ത അരിപ്പൊടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് ഈ ഒരു കപ്പിന് 1 കപ്പ് പൊടിയാണ് ഞാൻ എടുത്തത്. കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. കൂടുതൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ 2 കപ്പോ 2.5 കപ്പോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് ഉണ്ടാക്കുക. ഇനി അതിലേക്ക് ഒരു പിഞ്ച് സോൾട്ട് ഞാൻ ചേർക്കുകയാണ്. വളരെ കുറച്ച് സോൾട്ട് മതി, ചേർക്കണം എന്ന് തന്നെ ഇല്ല, എങ്കിലും സോൾട്ട് ചേർക്കുമ്പോഴത്തേക്കും മധുരം ഒന്ന് ഈക്വലായി കൂടും, അതുകൊണ്ടാണ് ചേർത്തത്. പിന്നീട് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് അതേ കപ്പിന് 1/2 കപ്പ് ശർക്കര ഞാൻ ഗ്രേറ്റർ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അത് ഇതിലേക്ക് ചേർക്കാം. അടുത്തതായി ഞാൻ ചേർക്കുന്നത് അതേ കപ്പിന് 1/2 കപ്പ് ഫ്രഷായ നാളികേരം ചേർത്താനാണ് ഏറ്റവും ടേസ്റ്റി ആവുന്നത്. അത് ചേർക്കാം. പിന്നീട് ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയാണ്. അതും കൂടി ഇതിലേക്ക് ചേർക്കാം. അടുത്തതായി ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു മൈസൂർ പഴമാണ്. ഇത് നിർബന്ധമൊന്നുമില്ല, ആവശ്യമെങ്കിൽ മൈസൂർ പഴത്തിൻ്റെ രുചി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇത് ചേർത്തോളൂ. ഇല്ലാതെ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ സാധാരണ ചെയ്യുമ്പോൾ അങ്ങനെയാണ് ചെയ്യാറ്. പക്ഷേ ഇത്തിരി കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും ഈ മൈസൂർ പഴം കൂടി ചേർക്കുമ്പോൾ. നല്ല പഴുത്ത മൈസൂർ പഴമാണ്. ഇതുകൂടി ഇതിലേക്ക് ചേർത്ത് ഇനി എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ഞാൻ നന്നായി ഒന്ന് കുഴച്ചെടുക്കട്ടെ. കുഴച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് എല്ലാം കൂടെ ഈവണായി മിക്സ് ചെയ്യട്ടെ. എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുമിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ഇതിലേക്ക് അല്പാൽപ്പം വെള്ളം ചേർത്ത് കുഴക്കാൻ പോവുകയാണ്. നമ്മുടെ ഇലയുടെ ഉണ്ടാക്കുന്ന അതേപോലെ തന്നെയാണ് അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി വരേണ്ടത്. പക്ഷേ ഇലയുടെയൊക്കെ പകരം എന്താണെന്ന് വെച്ചാൽ എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുമിച്ച് കുഴച്ചാണ് ഇത് റെഡിയാക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അല്പാൽപ്പം വെള്ളം ചേർത്ത് ഞാനിത് നല്ല കറക്റ്റ് ദോവായി കുഴച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ പൂരടക്ക് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയായി കഴിഞ്ഞു. അധികം ടൈറ്റ് ആവാനും പാടില്ല, തീരെ ലൂസാവാനും പാടില്ല. ടൈറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂരട കഴിക്കാൻ രസമുണ്ടാവില്ല. അതുപോലെ അധികം ലൂസാവും ആവാൻ പാടില്ല. അപ്പോൾ ഇനി ഇതിൽ നിന്നും ഒരു ചെറുനാരങ്ങയേക്കാളും ഇത്തിരി കൂടെ വലിപ്പം കൂടിയ ബോൾസാക്കി ഇത് മാറ്റണം. ഇത്രയുള്ള ബോൾസാണ് ഞാൻ ആക്കിയെടുക്കുന്നത്. ഇതുപോലെ എല്ലാം ബോൾസാക്കി എടുക്കട്ടെ. അപ്പോൾ മാവ് എല്ലാം ഈക്വലായിട്ട് ബോളാക്കി മാറ്റിയിട്ടുണ്ട്. നമുക്കിത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ കണ്ടുവരുന്ന ഒരു ഇലയാണിത്, വട്ടയില. വട്ടയില എന്ന് പറയുന്നത് ഒരു വലിയ മരമാണ്. ആ മരത്തിൻ്റെ ഇലയാണിത്. വട്ടത്തിൽ കാണുന്നതുകൊണ്ടാണ് ഇതിന് വട്ടയില എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇലയിലാണ് ഞാൻ ഈ പൂരട റെഡിയാക്കാൻ വേണ്ടി പോകുന്നത്. ഇതിപ്പോൾ നന്നായി കഴുകി എടുത്ത ഇലയാണ്. ഇതിലേക്ക് ആദ്യം തന്നെ ഒരല്പം എണ്ണ വെച്ചൊന്ന് ഗ്രീസ് ചെയ്യാം. കാരണം അട ഒട്ടിപ്പിടിക്കണ്ടെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഒരല്പം എണ്ണ എടുത്തൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കട്ടെ. അതിനുശേഷം ഇതുപോലെ ഒരു ബോളെടുത്ത് കൈവച്ചൊന്ന് സാവധാനം പരത്തി കൊടുക്കാം. ഒരല്പം വെള്ളം, ഇതുപോലെ ഒരു വെള്ളം കയ്യിലിങ്ങനെ നനച്ച് പരത്തുന്നതാവും നല്ലത്. അങ്ങനെയാകുമ്പോൾ വേഗം തന്നെ പരത്തി കിട്ടും. എന്നതിന് ശേഷം നമുക്കിതിങ്ങനെ കൂട്ടിയെടുക്കാം. അതിന് ശേഷം ഇതുപോലെ മടക്കി നമുക്കൊരു വാഴനാര് വെച്ച് വേണം ഇത് കെട്ടാൻ. വാഴനാരില്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നൂല് വെച്ച് കെട്ടിയാലും മതി. ഇതുപോലെ കെട്ടി ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. ആദ്യത്തെ അട ഞാൻ ഇതുപോലെ വാഴനാര് വെച്ച് കെട്ടി
വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഒന്നും കൂടെ ചെയ്യുന്നത് കാണിക്കാം. ഇതുപോലെ ഒരു വട്ടയിലെടുത്തു, ഇത്തിരി എണ്ണ ഗ്രീസ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇതുപോലെ ഒരു ബോൾ എടുത്തു, കൈ വെള്ളത്തിൽ ഒന്ന് നനച്ചു കൊടുത്ത് പരത്തിയെടുക്കുക. അപ്പോഴത്തേക്കും നന്നായിട്ടൊന്ന് പരന്ന് കിട്ടും, മൂവായിക്കോളും. ഇങ്ങനെ പൊട്ടി വരുന്ന ഭാഗമൊക്കെ നമ്മൾ കൈ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി, ഒന്നും കുഴപ്പമില്ലാത്തതാണ്. അപ്പോൾ വെള്ളം ഇടയ്ക്കൊന്ന് നനച്ചു കൊടുക്കണമെന്ന് മാത്രം. ഇത്രയും മതി. അതിന് ശേഷം രണ്ട് ഭാഗത്തുനിന്നും ഇതുപോലെ കൊണ്ടുവന്ന് പിന്നീട് വാഴനാര് വെച്ചൊന്ന് നമുക്ക് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഇതുപോലെ രണ്ടാമത്തത് റെഡി ആയി കഴിഞ്ഞു. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഞാൻ ചെയ്യട്ടെ. അപ്പോൾ അടകളെല്ലാം ഞാൻ വട്ടയിലയിൽ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ള വട്ടയില ഇല്ലയെന്ന് വെച്ചിട്ട് വിഷമിക്കൊന്നും വേണ്ട, സാധാരണ വാഴയിലയിലും ചെയ്താൽ നല്ലതാണ്. പക്ഷെ പൂരത്തിനൊക്കെ ആ ഒരു ട്രഡീഷണൽ ആയിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഇത് തന്നെ ചെയ്തത്. അപ്പോൾ ഇനി ഞാനിത് ആവി കയറ്റാൻ വേണ്ടിയിട്ട് ഒരു അപ്പച്ചെമ്പ് അടുപ്പിലോട്ട് വെച്ച് സ്റ്റൗ ഓൺ ചെയ്യട്ടെ. അപ്പോൾ ഒരു ഇഡ്ഡലിപ്പാത്രത്തിൽ ഞാനൊരു കാൽഭാഗം വെള്ളം വെച്ച് സ്റ്റൗ ഓൺ ചെയ്ത് കഴിഞ്ഞു. വെള്ളം തിളച്ചതിന് ശേഷം ഇതിൻ്റെ തട്ട് വെച്ച് നമുക്ക് അടകൾ ഇതിലോട്ടേക്ക് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ വെള്ളം ഒന്ന് ബോയിലാവട്ടെ. വെള്ളം നന്നായി ബോയിലായിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ തട്ട് വെച്ച് കൊടുക്കട്ടെ ഇതിൽ. അതിനുശേഷം നമുക്ക് അടകൾ ഓരോന്നായിട്ട് ഇതിൻ്റെ മുകളിൽ നിരത്തി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിൻ്റെ അടപ്പിട്ട് കൊടുക്കാം. ഇനി ഒരു 30 മിനിറ്റ് ചെറിയ തീയിൽ ഇത് നമുക്ക് വേവിച്ചെടുക്കാം. 30 മിനിറ്റ് ചെറിയ തീയിൽ നമ്മുടെ പൂരട ആവി കയറിയിട്ടുണ്ട്. ഇനി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ്. അതിനുശേഷം ഞാനിതിൻ്റെ അടപ്പൊക്കെ തുറന്ന് അതിൽ നിന്ന് ഓരോ അടകളും എടുത്ത് വേറെ പാത്രത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യട്ടെ. ഞാനിതൊരു പാത്രത്തിലേക്ക് ഓരോന്നായി എടുത്തു വെക്കട്ടെ. എല്ലാം ഒരു പ്ലേറ്റിലോട്ടേക്ക് ഷിഫ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതൊരെണ്ണം നമുക്ക് തുറന്നു നോക്കാം. നല്ല ചൂടാണ്, കയ്യിൽ പിടിക്കാൻ പറ്റുന്നില്ല. അപ്പം നമ്മളെ പൂരട കണ്ടല്ലോ, നല്ല സ്വീറ്റാണ്, നല്ല സോഫ്റ്റാണ്, നല്ല ചൂടുണ്ട്. എടുത്ത് കഴിക്കാൻ പറ്റാത്ത അത്രയും ചൂടാണിത്. അപ്പോൾ നമ്മുടെ പൂരത്തിനൊക്കെ ഉണ്ടാക്കുന്ന ഈ പൂരട നമ്മുടെ മലബാറിൻ്റെ സ്വന്തം ട്രഡീഷണൽ ആയിട്ടുള്ള ഡിഷാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നീട് ഒന്ന് എല്ലാവരുമായി ഷെയർ ചെയ്യാനും, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടി കാണിക്കരുത്. വീണ്ടും ഇതുപോലുള്ള നാടൻ ഡിഷസുമായിട്ടൊക്കെ ഞാൻ നിങ്ങളെ കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ സുധ സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.